7 വേണ്ടി മാത്രം നടത്തിയ ഒരു മോർണിംഗ് ആക്ടിവിറ്റി. ഇന്നത്തെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളത് ആദിലയുടെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അത് മാത്രമല്ല, അനീഷിന്റെ മോർണിംഗ് ആക്ടിവിറ്റിയും എന്നെ ഒന്ന് ഷോക്ക് ചെയ്യിപ്പിച്ചു. എന്താണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ലൈവിൽ ഇപ്പം ആ ഒരു ആക്ടിവിറ്റി ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആക്ടിവിറ്റി തുടങ്ങി. സ്വാഭാവികമായിട്ടും അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്. അനീഷ് ഷാനവാസിനൊരു താങ്ക്സ് പറയുന്നുണ്ട്. ബാക്കി ഒരുപാട് പേരോട് പറയണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട്. സോറി പറയുന്നത് ആദിലയുടെ താണ്. അതെനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. കാരണം ആദിലയെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സോറി പറയാൻ വേറെ അനീഷിന് ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഏതായാലും ആദിലയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അനുമോള് വന്നിട്ട് പറയുന്നതും, അനുമോൾ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ എന്ത് പറയണം എന്നറിയാത്ത ഒരു വാനിഷ്ഡ് അവസ്ഥയിലാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്ന് എവിടെയൊക്കെയോ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ളത് അനുമോൾ അത്രയും തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ ഇതിൽ മറ്റു മത്സരാർത്ഥികളൊന്നും അതേ കണക്കൊരു തെറ്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു രേണുസുതി മാത്രമാണ് ഒരു വലിയ ഹൈപ്പിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവമാകും എന്ന് പറഞ്ഞ് വന്നിട്ട് അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ ഒരു കുഞ്ഞു മനസ്സിനുടമയായിട്ട് നമ്മളെയൊക്കെ മുന്നിൽ എന്താ പറയുക, ഒരു പാവം, ഇത്രയും പാവമാണോ ഇവര് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അത് രേണുസുതി മാത്രമാണ്. രേണുസുതിയെ കുറിച്ചൊക്കെ നെഗറ്റീവ് ഇട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവര് പോലും ഓക്കെ, ഇനി ബിഗ് ബോസ് ഹൗസ് ആണ്, ഇനി ബിഗ് ബോസ് ഹൗസിൽ രേണു വന്നു, ഇനി കൊയ്യണം എന്നൊക്കെ കരുതി പായും വിരിച്ചിരുന്നവരൊക്കെ നാണിച്ചു പോയത് രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവരുടെ ഒരു റിയൽ ക്യാരക്ടറിൽ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം വോക്കൗട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ബാക്കി എല്ലാവരും തെറ്റ് ചെയ്തിട്ടില്ലേ? അനുമോള് മാത്രമാണോ തെറ്റ് ചെയ്തത്? അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്ന് ആ സോറി പറയുമ്പോൾ രേണുസുതിയോടാണ് സോറി പറയുന്നത്. എനിക്ക് തോന്നുന്നു അനുമോള് ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു സോറി അത് രേണു മാത്രമേ ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതി അനുമോൾ അത് അത്രയും തന്ത്രപരമായിട്ട് ആ ഒരു സോറി പറഞ്ഞതുപോലെ തോന്നി. അങ്ങനെ സോറി പറയാൻ നേരത്ത് അവിടെ ഇരുന്ന് ജിസയിലും ആര്യനും ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആ പുതപ്പിന്റെ അടിയിലെ കാര്യത്തിൽ നിനക്ക് സോറി പറയാൻ തോന്നുന്നില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ല, അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അനുമോളുടെ ഒരു അത്തരത്തിലൊരു എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് അവരവരുടെ തെറ്റ് തന്നെയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്.